എല്ലാവർക്കും നമസ്കാരം. സ്പിരിച്വാലിറ്റി 1111 എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, എന്നോട് ഒന്ന് രണ്ട് പേര് വിളിച്ച് ചോദിക്കുകയുണ്ടായിരുന്നു, മഹാദേവനെ പ്രീതിപ്പെടുത്താനായിട്ട് ഭഗവാനെ വിചാരിച്ച് അല്ലെങ്കിൽ ഭഗവാന് എന്ത് കൊടുത്താലാണ് ഭഗവാൻ നമ്മുടെ ആഗ്രഹം സാധിച്ചു തരിക എന്നൊക്കെ എന്നോട് ഒന്ന് രണ്ട് പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു കൂവളത്തിൻ്റെ ഇല മതി എന്ന് നമ്മൾ പണ്ടേ കേട്ടിട്ടുണ്ട്. കാരണം ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ് ഭഗവാൻ, അല്ലേ? പെട്ടെന്ന് കുഞ്ഞുങ്ങളുടെ മനസ്സാണ് ഭഗവാന്റെ ഇത്. അപ്പോൾ പെട്ടെന്ന് അത് മനുഷ്യന്മാരുടെ ഇമോഷൻസായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഭഗവാനാണ് മഹാദേവൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് നമുക്ക് ഒരു കൂവളത്തിൻ്റെ ഇല മതി എന്ന് പറയുന്നത് നമ്മൾ കുറേ നാളുകളായിട്ട് നമുക്കറിയുന്ന കാര്യങ്ങളാണ്, എല്ലാ കുട്ടികൾക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ കൂവളമാല എന്നുള്ളത് നമ്മൾക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് കെട്ടിക്കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ശിവൻ്റെ ക്ഷേത്രത്തിലല്ല, എല്ലാ ക്ഷേത്രങ്ങളിലും മാല കെട്ടാനായിട്ട് ഇരിക്കുന്ന വാരസ്യമാല ഉണ്ടാവും. അപ്പോൾ ശിവൻ്റെ ക്ഷേത്രത്തിലാണെങ്കിൽ എന്തായാലും കൂവളമാല കെട്ടുന്ന വാരസ്യമാർ ഇരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊരു 10 രൂപ കൊടുത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇതനുസരിച്ചൊരു യുക്തി പോലെ പൈസ കൊടുത്തിട്ട് ഭഗവാനത് കെട്ടിക്കൊടുക്കാനായിട്ട് പറയുക. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. കൂവളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എരിക്കിൻ്റെ പൂവുണ്ട്. ഈ എരിക്കും പൂവിൻ്റെ കാര്യം എത്ര പേർക്ക് അറിയാം എന്നുള്ളത് എനിക്കറിയില്ല. നമ്മളതിനെ ഹനുമാൻ പൂവ് എന്നൊക്കെ പറയും. പണ്ട് കാലത്ത് കുട്ടികൾ കളിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന പൂവാണ് ഈ എരിക്കും പൂവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എരിക്കും പൂവ് എന്നുള്ളത് ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാണ്. അത് എത്ര പേർക്ക് എനിക്കറിയില്ല, അത് എത്ര പേർക്ക് അറിയുന്നുള്ളത്. ഞങ്ങളുടെയൊക്കെ അമ്പലത്തിൽ ഞാനിങ്ങനെ എരിക്കും പൂവ് കൊടുത്തു തുടങ്ങിയപ്പോൾ തൊട്ട് അവിടുത്തെ തിരുമേനി എന്നോട് ചോദിക്കാറുണ്ട്, എനിക്ക് എവിടെന്നെങ്കിലും അടുത്ത ആഴ്ച ഇരിക്കുമ്പോൾ ഒപ്പിച്ച് തരുമോ മോളെ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം അത്രയും പ്രിയപ്പെട്ട പൂവാണ് ഇരിക്കും പൂവ് എന്നുള്ളത് ഭഗവാന്. അതൊരു ഒരു വയലറ്റ് കളറാണ് അതിരിക്കുന്നുണ്ടാവുക. അത് ഞാനൊക്കെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, തിങ്കൾ ശനി ദിവസങ്ങളിൽ ഒരു വാഴയിലയിൽ അത് പൊതിഞ്ഞ് അത് അതിൽ പശയൊക്കെ ഉണ്ടാവും. ആ പശയൊക്കെ കളഞ്ഞ് അത് കഴുകി ഭഗവാന് കൊടുത്ത് മനസ്സറിഞ്ഞ് നമ്മുടെ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കുക. ഇനിയിപ്പോൾ ആഗ്രഹം നമ്മൾ പറഞ്ഞില്ലെങ്കിലും, എൻ്റെ അനുഭവമാണ്, നമ്മൾ കഷ്ടപ്പെട്ട് പോയിട്ട് ഭഗവാന് വേണ്ടി അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം നമ്മൾ പറഞ്ഞില്ലെങ്കിലും ഭഗവാൻ അത് നടത്തി തന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഈ എരിക്കും പൂവ് കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. കാരണം ഞാൻ ഒരുപാട് മനസ്സ് വിഷമിച്ച സമയത്തൊക്കെ ഇങ്ങനെ ഇതൊന്നും വിചാരിച്ച് കൊടുത്തതല്ല. ഞാൻ തിങ്കൾ ശനി ദിവസങ്ങളിൽ ചെയ്യാറുള്ള പോലെ ഞാൻ ചെയ്തു. അത് എനിക്ക് മല പോലെ വന്ന പ്രശ്നങ്ങൾ എലി പോലെ പോയി എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരു അനുഭവമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ശിവന് ഏറ്റവും പ്രിയപ്പെട്ട 2 ദിവസമാണ് തിങ്കൾ ശനി എന്നുള്ളത്. അതിൽ 30 തിങ്കളും 30 ശനിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട 2 ദിവസങ്ങളാണ്. അത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. മലയാള മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചയും മലയാള മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ്. അതായത് ആദ്യത്തെ വരുന്ന ദിവസങ്ങളെയാണ് നമ്മൾ 30 എന്ന് വെച്ച് പറയുന്നത്. അപ്പോൾ അത് എല്ലാ അമ്പലങ്ങളിലും, ഇപ്പോൾ ദേവീ ക്ഷേത്രങ്ങളിലാണെങ്കിൽ 30 ചൊവ്വാഴ്ച, 30 വെള്ളിയാഴ്ച, മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലാണെങ്കിൽ 30 വ്യാഴാഴ്ച, ഇതൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള ദിവസങ്ങൾ തന്നെയാണ്. അപ്പോൾ തിങ്കളും ശനിയുമാണ് മഹാദേവൻ്റെ ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ തന്നെ എന്ന് ഞാൻ പറയുന്നില്ല, അത് ഏത് ദിവസമായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ 30 തിങ്കളാഴ്ച, 30 ശനിയാഴ്ച, അല്ലെങ്കിൽ ഏതെങ്കിലും തിങ്കൾ ശനി. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനും ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ദിവസമാണോ പറ്റുന്നത് ആ ദിവസത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് ആഗ്രഹം പറഞ്ഞില്ലെങ്കിലും അത് ഭഗവാൻ നടത്തിത്തരും. അത് എനിക്ക് വളരെ അനുഭവമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.